സുഹൃത്തുക്കളെ, ഇത്തവണ നമ്മൾ ചെയ്യുന്ന വീഡിയോ ദോഹയിലെ പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രമായ പർപ്പിൾ ഐലൻഡിലേക്കുള്ള യാത്രയാണ്. നമ്മൾ മെയിൻ റോഡിൽ നിന്നും പർപ്പിൾ ഐലൻഡിലെ വഴിയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. അതിൻ്റെ കച്ച വഴിയാണ് ഇപ്പോൾ നമ്മൾ ഉള്ളത്. അവിടെ ഇനിയിപ്പോൾ നമുക്ക് അങ്ങോട്ടുള്ള പാർക്കിങ്ങിലേക്ക് എത്താം. ഐലൻഡിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ തന്നെ കാണുന്ന കാഴ്ച ഇതാണ്. ഒരു സ്റ്റെപ്പ് വെച്ച് താഴോട്ട് ഇറങ്ങാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. അവിടെ സാധിക്കുന്നവർ അവിടെ ഇറങ്ങുകയും വെള്ളത്തിൽ ഇറങ്ങി ആസ്വദിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. സുഹൃത്തുക്കളെ, ഷെരീഫാണ് വിത്ത് പാം ഷെരീഫ് വ്ളോഗ്സ്. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ദോഹയിലെ പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രമായ പർപ്പിൾ ഐലൻഡ് എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെ ഇപ്പോൾ വളരെയധികം സഞ്ചാരികളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കിത് ഈ കാർ പാർക്കിങ്ങിൻ്റെ ഏരിയ കാണുമ്പോൾ തന്നെ അറിയാം. വളരെ സഞ്ചാരികളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ കാണാൻ പ്രധാനമായിട്ടും കണ്ടൽക്കാടുകളാണ്. നമ്മുടെ നാട്ടിൽ തന്നെ നശിച്ചുകൊണ്ടിരിക്കുന്ന കണ്ടൽക്കാടുകൾ ഇവിടെ ഇവർ വളരെ സംരക്ഷിച്ചുകൊണ്ട് തന്നെ ഇതിനെ വളർത്തിയെടുക്കുന്നു. അതുപോലെ വിനോദസഞ്ചാരികൾക്ക് ഇവിടെ വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു എന്നുള്ളതാണ്. ഞാനിവിടെ ഏതാണ്ട് 2014 വന്നിരുന്നു. അന്ന് ഈ കാണുന്ന സൗകര്യങ്ങളൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല. ജസ്റ്റ് നമുക്ക് അകത്തോട്ട് പോകാനുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. ഒരു പാലം, ഇത് ആദ്യമായിട്ടാണ് ഈ പാലം ഞാനിവിടെ കാണുന്നത്. മുമ്പ് വന്നപ്പോൾ ഈ പാലമൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കഴിയുന്നവർ ഇവിടെ സഞ്ചരിക്കുക. നമ്മുടെ ഒരു പ്രകൃതി രമണീയത നമുക്ക് ആസ്വദിക്കാൻ സാധിക്കും. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കൾക്കായി ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ തീരുന്നവരെയും കാണാൻ ശ്രമിക്കുക. ഇതിൻ്റെ ഉയരങ്ങൾ കയറിയിരിക്കുകയാണ്. അത്ര വലിയൊരു സാഹസികമൊന്നും പറയാനില്ല. വളരെ സ്ലോപ്പായിട്ടുള്ള എന്നാൽ ഗ്രിപ്പ് കിട്ടുന്നതുമായ ഒരു കുന്നാണിത്. കുറേ കല്ലുകളുണ്ട്. പക്ഷെ നമുക്ക് ഉയർന്ന പ്രദേശങ്ങളിൽ നിന്ന് ഉയർന്ന പ്രദേശത്ത് കയറി നിന്ന് ഇതൊക്കെ കാണാൻ സാധിക്കുമെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഒരു പ്രത്യേക ഒരു എക്സ്പീരിയൻസാണ്, നല്ലൊരു അനുഭവമാണ്. നല്ലതാണ് വരുന്നവർ ഇതുപോലെ കയറാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ നല്ലൊരു ഓർമ്മകൾ നിലനിർത്താൻ, അതുപോലെ നല്ലൊരു എക്സ്പീരിയൻസും കൂടിയാണ്. വേറെ ഇതിൽ പ്രത്യേകിച്ച് സാഹസികതയൊന്നും കാണുന്നില്ല. ദൂരെ നിന്ന് നോക്കിയപ്പോൾ ഇത് വലിയ ഉയരം പോലെയൊക്കെ തോന്നി. പക്ഷെ കുഴപ്പമില്ല, നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ട്. ഈ കാണുന്ന കണ്ടൽക്കാടുകൾ തന്നെയാണ് ഇവിടുത്തെ പ്രധാന കാഴ്ച. മരുഭൂമിയിൽ ഈ രീതിയിൽ ഏക്കർ കണക്കിന് കണ്ണത്താ ദൂരത്ത് പടർന്ന് പന്തലിച്ച് ഇങ്ങനെ ഒരു പച്ചപ്പ് പടർന്ന് പന്തലിക്കുക എന്ന് പറഞ്ഞാൽ തന്നെയും അത് ഒരു അത്ഭുതം തന്നെയാണ്. കാരണം ഇത് മരുഭൂമിയാണ്, നമ്മുടെ നാട്ടിലെ കാലാവസ്ഥയല്ല. അതിനെ അധികൃതർ സംരക്ഷിക്കുകയും അത് വിനോദസഞ്ചാരികൾക്കൊരു കാഴ്ചയായി ഒരുക്കുകയും ചെയ്തു വയ്ക്കുക എന്നതാണ് ഇതിലെ ഒരു പ്രത്യേകത. കൂടാതെ ഇതിലെ പക്ഷിലതാദികൾക്കായി ഒരു ആവാസ വ്യവസ്ഥ തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ്. ഇത് ചൂട് മാറി തണുപ്പ് കാലാവസ്ഥ തുടങ്ങുന്ന ആ സമയത്ത് തന്നെ വന്നു കഴിഞ്ഞാൽ ഇവിടെ പലതരം ദേശാടന പക്ഷികളെയും ജീവികളെയും കാണാനാകുമെന്ന് അനുഭവസ്ഥർ പറയുന്നു. ഇവിടുത്തെ സൂര്യാസ്തമയം കാണാൻ പ്രത്യേക ആകർഷണീയതയാണ്. ഇനി അതിൻ്റെ ഏതാനും ചിത്രങ്ങളിലേക്ക്.